രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും അതുപോലെ തന്നെ നല്ലത്തെ ബീഫും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്തോ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് നല്ല ബുദ്ധി തോന്നിയതായിരുന്നു. അതുകൊണ്ട് വീട് ഫുള്ള് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ആണ്ടിലെ അമാവാസിക്ക് മാത്രമേ ഇങ്ങനെ തോന്നാറുള്ളൂ. അപ്പോൾ എന്ന് തോന്നിയ സമയത്ത് പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് പിന്നെ സൺഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഫ്രീ ആണല്ലോ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് എത്ര ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഒരു 1000 വട്ടം ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു പണിയുള്ള ദിവസം എക്സ്ട്രാ പണി തരാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട കാര്യമില്ല. ഈ നിൽക്കുന്ന ആളെ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ചിക്കനും കൂടി ഈ സമയത്ത് വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വെച്ച ബീഫായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്ലീനിങ് സെക്ഷനിൽ നിന്ന് നേരെ കുക്കിംഗ് സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ബിരിയാണിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഏക ഐറ്റം ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ബാക്കി പരിപാടികളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മയും അച്ഛനും ഏട്ടനും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഐഷു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എല്ലാം സെറ്റാക്കി വന്നപ്പോൾ എന്തൊരു സുഖം. ഈ അടുക്കളയിൽ കാണുമ്പോൾ എന്തൊരു സമാധാനം തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം നാളെ രാവിലെ അടിക്കുമ്പോൾ തന്നെ വീണ്ടും പഴയ പോലെ ആവുന്നുള്ളത്. പിന്നെ ഇത് ഈ ഒരു ബോക്സ് എവിടെ നിന്നാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ള നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. 12 14 ബോക്സ് വരുന്നൊരു സെറ്റാണിത് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ നമ്മൾ പീനട്ട് ബട്ടറും ബ്രെഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പുറത്ത് പോയവരെത്തിയിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് അമ്മ എനിക്ക് കൊണ്ടുവന്ന് തന്നതായിരുന്നു കടലമുട്ടായി. ഇതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടതായിരുന്നു. ഇതെങ്ങനെ ഹിന്ദിക്കാരുണ്ടാക്കിയ കടലമുട്ടായെന്ന് വിചാരിച്ചതായിരുന്നു. അല്ല ഗൈസ്, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ രാത്രി കഴിക്കാൻ കുറച്ചും കൂടെ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണി തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.